Hello. Good afternoon, teacher. Hello. Good morning. Good afternoon. Oh, not to. Good afternoon. Good afternoon. How is going there? അല്ലേ ഒരുപാട് നാളായില്ലേ നമ്മൾ കണ്ടിട്ട് Yes, teacher. അല്ലേ ഷാരോൺ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ കേൾക്കട്ടെ ജാസ്മിൻ Yes, teacher. കുഴപ്പമില്ലാതെ പോകുന്നു. Yes, teacher. മഴയുണ്ട് മഴ. മഴയുണ്ട് അവിടെ? ഉണ്ട് ടീച്ചർ. നല്ല മഴയാണോ? ഇപ്പോഴാണോ മഴ? ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം തോന്നും. ഇപ്പം മഴ കുറഞ്ഞു. നല്ല മഴയായിരുന്നു രാവിലെ. ആഹാ അത് ശരി. മറ്റേ സ്കൂളുകള് കുട്ടികളൊക്കെ സ്കൂളിൽ പോയോ? യെസ് ടീച്ചർ പോയി. ഏതൊക്കെ ക്ലാസ്സിലാ കുട്ടികള്? മോൻ 9th-ലും മോള് UKG. ഷാരോൺ തോമസ് എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു അല്ലേ? സുഖമായിട്ടിരിക്കുന്നു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ പഠനങ്ങളൊക്കെ എങ്ങനെ പോകും? കുഴപ്പമില്ലായിട്ട് പോകുന്നു മുമ്പോട്ട്. കുഴപ്പമില്ലാതെ പോകുന്നു. പിന്നെ മഴയൊക്കെ ഉണ്ടോ അവിടെ? നല്ല മഴയാ. ഇന്ന് മഴയാണ് അല്ലേ? നല്ല മഴ. എന്നാൽ ജിനു MG എന്ന് പറയുന്നത് എന്റെ പേര് രമ്യാന്നാണ്, ഹസ്ബൻഡിന്റെ പേര് ആച്ചി. അത് ശരി. എന്നിട്ട് രമ്യയുടെ വിശേഷങ്ങളൊക്കെ പറയൂ. സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇല്ല. ഇത്രയും നാള് കാണാത്തതിനുള്ളൊരു അപ്പോഴേക്കൊന്നും ഒരു വിശേഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ? നമ്മള് എവിടം വരെയൊക്കെ എടുത്താണ് നിർത്തിയെന്നൊരു ഓർമ്മയുണ്ടോ? പ്രോനൗൺ അല്ലേ? റിലേറ്റീവ് പ്രോനൗൺ ലാസ്റ്റ്. എന്താണ്? റിലേറ്റീവ് പ്രോനൗൺ. റിലേറ്റീവ് പ്രോനൗൺ ആണ് എടുത്തത് നിർത്തിയേക്കുന്നത് അല്ലേ? Yes, teacher. അതിന് മുമ്പുള്ള ഇതൊക്കെ എടുത്തോ? ഡിഫൈൻ ഇതിന്റെയൊക്കെ ഡിസ്ട്രിബ്യൂട്ടീവ് ഒക്കെ എടുത്തോ? ടീച്ചർ ഇന്ററോഗേറ്റീവ് പ്രോനൗൺ, റെസിപ്രോക്കൽ പ്രോനൗൺ അതൊക്കെ എടുത്തു അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് റിലേറ്റീവ് പ്രോനൗണിനെ കുറിച്ച് പഠിക്കാം. ഈ എന്താണ് റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നത്? പറയൂ, റിലേറ്റീവ് പ്രോനൗൺസ് ഏതൊക്കെയാണ്? മറന്നോ? Who, whose, whom. അല്ലെ, എല്ലാം തന്നെ ഏതാണ്? റിലേറ്റീവ് പ്രോനൗൺസുകളാണ് അല്ലെ? ആ റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? who, whose, whom, what, which, why, where, when. ഇതെല്ലാം തന്നെ എന്തിൽ പെടുന്നു? റിലേറ്റീവ് പ്രോനൗൺസില് പെടുന്നു അല്ലെ? ഓർക്കണ്ടോ ഇതൊക്കെ പഠിച്ചത്? ഓർക്കണുണ്ടോ? ഓർമ്മയുണ്ട് അല്ലെ? ഇനി ഈ റിലേറ്റീവ് പ്രോനൗൺസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? Question മേക്കിംഗ് ആണോ? ക്വസ്റ്റ്യൻ മേക്കിംഗ് ആയിട്ടാണോ? അല്ല ടീച്ചർ. അല്ലെ? അതായത് നൗണിനോ പ്രോനൗണിനോ പകരമായിട്ട് അല്ലെ, ഈ നൗണിനോ പ്രോനൗണിനോ അല്ലെ, ഇൻസ്റ്റെഡ് ഓഫ് നൗൺ ആൻഡ് പ്രോനൗൺ
we can use this relative pronouns അല്ലെ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ സാധിക്കും instead of this noun and pronoun we can use a relative pronouns അല്ലെ മനസ്സിലായോ Yes, teacher. അപ്പോ എന്താണ് നൗണും പ്രോനൗണും അല്ലെ നൗണിനും പ്രോനൗൺ instead of that noun and pronoun we can use this relative pronoun റിലേറ്റീവ് പ്രോനൗൺ നമുക്ക് ഉപയോഗിക്കാം ഇനി ഈ റിലേറ്റീവ് പ്രോനൗണിൽ ഇപ്പോ ഹൂ എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും ഉപയോഗിക്കേണ്ടത് എന്തിനെ റെഫർ ചെയ്യാനാണ് പേഴ്സൺ ഹൂം എന്നതോ അതും പേഴ്സൺ ഒരു പൊസസീവ്നെസ് ആണ് കേട്ടോ അതിനുള്ളത് പൊസസീവ്നെസ് അല്ലേ പൊസസീവ്നെസ് ആണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം എന്താണ് അവിടെ വരേണ്ടത് ആര് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് പേഴ്സൺ ആനിമൽസ് തിങ് അല്ലെ എല്ലാ റിവേഴ്സ് കൺട്രീസ് ഇതൊക്കെ എന്തിനു വരും ഹൂസ് എന്നതില് പെടുന്നതാണ് ഇതൊക്കെ റെഫർ ചെയ്യാൻ നമുക്ക് ഹൂസ് എന്നത് ഉപയോഗിക്കാം ഓക്കെയോ ദാറ്റോ ദാറ്റ് എന്നത് പേഴ്സൺ തിങ്സ് ആനിമൽസ് അല്ലെ PTA പേഴ്സൺ തിങ്സ് ആനിമൽസ് ഇതൊക്കെ റെഫർ ചെയ്യാനായിട്ട് ദാറ്റ് ഉപയോഗിക്കാൻ പകരം വിച്ച് വിച്ച് എന്നുള്ളത് തിങ്സും ആനിമൽസും വാട്ട് എന്നുള്ളത് ഐഡിയ അല്ലെ ഐഡിയ ആൻഡ് തോട്ട്സ് ഒക്കെ റെഫർ ചെയ്യാനായിട്ട് നമുക്ക് ഈ പറയുന്ന വാട്ട് ഉപയോഗിക്കാം അപ്പൊ അതെങ്ങനെ ഉപയോഗിക്കാൻ പറ്റും I saw a man. He was blind. എങ്ങനെ ഉപയോഗിക്കാം I saw a man who was blind. ഹീക്ക് പകരം instead of that he we can use പേഴ്സണെ സൂചിപ്പിക്കാൻ നമ്മൾ എന്താണ് ഞാൻ ഒരു മനുഷ്യനെ കണ്ടു എന്താണ് അയാൾക്ക് എന്ത് കണ്ടൂടെ കണ്ണ് കണ്ടൂടെ അല്ലെ അങ്ങനെയല്ലേ പറയുള്ളൂ I saw a man who was blind. I saw a man who was blind അല്ലെ എന്താണ് ഞാൻ ഒരു മനുഷ്യനെ കണ്ടു അയാൾക്ക് എന്ത് കാഴ്ച ഇല്ല എന്നതാണ് നമ്മൾ എന്ത് കൂട്ടിച്ചേർത്തിട്ടാണ് പറഞ്ഞത് റിലേറ്റീവ് പ്രോനൗൺ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ ആ വാക്കിനെ അർത്ഥവ്യത്യാസം കൂടാതെ എന്ത് ചെയ്തു ആ രണ്ട് വാക്കുകളെ നമ്മൾ എന്ത് ചെയ്തു റിലേറ്റീവ് പ്രോനൗൺ കണ്ട് യോജിപ്പിച്ചു മനസ്സിലായോ മനസ്സിലാവുന്നുണ്ടോ Yes, teacher. ജാസ്മിൻ ഇതൊന്ന് റിലേറ്റീവ് പ്രോണൗൺ വെച്ച് പറഞ്ഞേ
She is one of the girls who knows that. She is one of the girls who knows the answer. Very correct. ഒന്ന് പറഞ്ഞേ. ജിനു എൻജി. The man was here, uncle. Who comes yesterday? Who came yesterday, അല്ലെ? ഇത് വേറെ തരത്തിൽ നമുക്ക് പറയാൻ പറ്റുമെന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ഇത്രയും നേരം നമ്മൾ എന്ത് ചെയ്തു? ആ ഹീയെ മാറ്റിയിട്ട് അതിന് പകരം വി സബ്സ്റ്റിറ്റ്യൂട്ട് ഹൂ, അല്ലെ? നമ്മൾ ഹൂ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെ? അപ്പോ നമ്മൾ ഇവിടെ പറയുന്ന വ്യക്തി ആരാണ്? ഏത് വ്യക്തിയെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്? The man. അപ്പോ the man കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചേർക്കാം? ആ റിലേറ്റീവ് പ്രോനൗൺ ചേർക്കാം. ഏതാ റിലേറ്റീവ് പ്രോനൗൺ? Who. ഹൂ, അല്ലെ? ആ, the man who came yesterday, അല്ലെ? ഇന്നലെ വന്നതില്ലേ? ഇന്നലെ വന്നത് എന്റെ അങ്കിളാണെന്ന് പറഞ്ഞ് ചില കുട്ടികള് പറഞ്ഞു കേട്ടിട്ടില്ലേ? കുട്ടികൾ ഇങ്ങനെ പറയാ, ഇന്നലെ വന്നത് ആരാണെന്നറിയാ? ഇന്നലെ വന്നത് ആരാണെന്നാ? അതെന്റെ അങ്കിള്, അല്ലെ? പക്ഷെ കുട്ടികൾ സാധാരണ പറയുന്നത് ഇന്നലെ വന്നത് ആ മനുഷ്യനെ ഇങ്ങനെ പറയാ, എന്റെ മനുഷ്യൻ ആ അങ്കിളാണ്, അതാണ് ഇന്നലെ വന്നതെന്ന് നമ്മള് പറയില്ലല്ലോ ശരിക്കും, അല്ലേ? അല്ലേ? നമ്മൾ അതൊരു വളഞ്ഞു പറയുന്ന പോലെ തോന്നുന്നു, അല്ലേ? പക്ഷെ നമ്മൾ പെട്ടെന്ന് പറയുന്ന നിലയ്ക്ക് ഇന്നലെ വന്നതാണ് എന്റെ അങ്കിൾ എന്നല്ലേ പറയുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. The man who came yesterday എന്ത് ചെയ്യും? Was her uncle. ഇനി വിച്ചിന്റെയും ദാറ്റിന്റെയും ഉപയോഗത്തെ കുറിച്ച്, അല്ലെ? വേറെ എക്സാമ്പിൾസ് ഒന്ന് നോക്കട്ടെ കേട്ടോ. എക്സാമ്പിൾസ് പറഞ്ഞുതരാം. ഈ റിലേറ്റീവ് അപ്പൊ നമുക്ക് ഹൂ ഉപയോഗിക്കേണ്ടതും ഹൂം ഉപയോഗിക്കേണ്ടത് എപ്പോഴാണെന്നൊക്കെ നമുക്ക് അറിയാം, അല്ലെ? ഒരു പേഴ്സൺ വരുമ്പോഴാണ് ഹൂം ഹൂമും ഹൂസ് ഒക്കെ ഉപയോഗിക്കുക, അല്ലെ? ഹൂസിന് എക്സെപ്ഷൻ കേസ് ഉണ്ട്. ഹൂസ് എവിടെയൊക്കെ വരുമ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? പേഴ്സൺ, അനിമൽസ്, തിങ്സ്, ഇതൊന്നും കൂടി ഇല്ലേ? പിന്നെ ഏതാണ്? എന്നോളൂ. നെയിംസ് ഓഫ് റിവേഴ്സ് ആൻഡ് കൺട്രീസ് ഇങ്ങനെയാണ് പറഞ്ഞല്ലേ? അപ്പോ ഹൂ, ഹൂം, ഹൂസ് ഒക്കെ നമുക്ക് എന്താണ് ഉപയോഗിക്കുക? ദാറ്റ്, വിച്ച് ഒക്കെ നമ്മള് ഉപയോഗിക്കുന്നു, അല്ലെ? ഇനി PSCക്ക് വരുന്ന ഒരു പ്രധാന ഒരു ചോദ്യമാണ് ഈ ദാറ്റും വിച്ചും. അവർക്ക് ഈ ദാറ്റും വിച്ചും വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് മേക്കിംഗ് ആണ് എന്തിന് കൂടുതലുള്ളത്? PSC എക്സാംസില് കൂടുതലായിട്ട് ചോദിക്കാറുള്ളത്. അപ്പോ ഞാൻ ചോദിക്കണേ, അല്ലെ? ഈ ദാറ്റ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ദാറ്റ് എപ്പോഴാണ് ഉപയോഗിച്ചത്? നമ്മള് ദാറ്റ് എപ്പോൾ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു? Person, things, animals. അല്ലേ? ഒരു മിനിറ്റ് കേട്ടോ, മക്കളെ, ഒരു മിനിറ്റ്. ഹലോ, അതവർ ചോദിക്കണം കേട്ടോ.
അവിടെ ഓഫീസില് അവരുടെ ഓഫീസില് ആർട്ടിസ്റ്റ് വേണമെന്ന് പറയാം. അതന്നെ ചെമ്മിരിക്കണോർക്ക്. അതെങ്ങനെയാണ് ചോദിക്ക്. എന്റെ ഒപ്പം ഇത് വെച്ചോളോ, അല്ലെങ്കിൽ നിങ്ങൾ വെക്കണോ കേട്ടാ. ശരിയാണ്. വേണ്ട. ഇപ്പൊ അവന്റെ വെക്കണോ ചോദിക്ക്. ഞാൻ ക്ലാസ്സിലാണ്. ശരിയെന്നാ. അപ്പോ വിച്ചും ദാറ്റ് ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? പേഴ്സൺ അല്ലെ? For things, animals. പേഴ്സൺ, തിങ്സ്, Animals. ആനിമൽസ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഈ പറഞ്ഞിട്ടുള്ള ഷെയർ സ്കീം പോയാ മക്കളെ കേട്ടോ. അപ്പോ എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? പേഴ്സൺ, പിന്നെ തിങ്സ്, ആനിമൽസ് ഒക്കെ വരെയാണെങ്കിൽ നമുക്ക് ദാറ്റ് ഉപയോഗിക്കാം. വിച്ച് ആയാലും എങ്ങനെയാണ്? വിച്ച്, തിങ്സ്, ആനിമൽസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ പറഞ്ഞ വിച്ച് ഉപയോഗിക്കാം. അപ്പോ ഒരു സെന്റൻസില് എപ്പോഴൊക്കെ ഉപയോഗിക്കാം നമുക്ക്? അതായത് ജീവനില്ലാത്തവയോ അല്ലെ, നോൺ ഹ്യൂമൻ ബീയിങ്സ്, നോൺ ഹ്യൂമൻ ബീയിങ്സ് അല്ലെ, മനുഷ്യനല്ലാത്തതോ, ഇൻആനിമേറ്റ് അല്ലെ, ജീവനില്ലാത്തതോ ആയിട്ടുള്ള വസ്തുക്കളെ ഡാഷിന് മുന്നിലായി കണ്ടാൽ എപ്പോഴൊക്കെയാണ് നോക്കേണ്ടത്? നോൺ ഹ്യൂമൻ ബീയിങ്സോ ഇൻആനിമേറ്റോ ആയിട്ടുള്ള എന്ത് സബ്ജക്റ്റിനെ ഡാഷിന് മുന്നിലോ പിന്നിലോ കണ്ടു കഴിഞ്ഞാൽ ഏതായിരിക്കുള്ളൂ? വിച്ച് അല്ലെങ്കിൽ മനസ്സിലാവണുണ്ടെങ്കിൽ ഇമോജീസ് ഇടുക, ഇല്ല എങ്കില് ചോദിക്കുക. ഡൗട്ട് ചോദിച്ചു തന്നെ തീർക്കുക. ഇത് മനസ്സിലായെങ്കിൽ ഒന്ന് ഇമോജി ഇട്ടോളൂ. മനസ്സിലായെങ്കിൽ തമ്പിട്ടോളൂ. മനസ്സിലാവുന്നില്ല ഞാൻ പറയണത് നിങ്ങൾക്ക്? അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? മനസ്സിലായെങ്കിൽ തമ്പിടുക ആ ഒരു എക്സ്പ്രഷൻ. അതേപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ചോദിക്കുക അല്ലെ. നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ക്ലാസ് വെറുതെ ഇങ്ങനെ കേട്ടുപോയത് കൊണ്ട് എന്താ കാര്യം? നിങ്ങളും കൂടി ഒരു റിപ്ലൈ തന്നു കഴിഞ്ഞാലാണ് ഞങ്ങൾക്കും കൂടി അതിന്റെ ഒരു എനർജി കിട്ടുള്ളൂ. ഞാനിങ്ങനെ വെറുതെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു പോവുക. നിങ്ങൾ അതിനനുസരിച്ചൊന്ന് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ AI ക്ലാസ് ലൈവായെന്ന് പറയാൻ പറ്റുള്ളൂ. എങ്ങോ ഇരിക്കുന്ന ആളുകൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായോ ഈ പറയണ അല്ലെ? ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾക്ക് അറിയില്ല എന്നാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളത് ഗ്രാസ്പ് ചെയ്യുന്നതെന്നൊക്കെ എനിക്ക് നന്നായി അറിയേണ്ടേ. അതിനാണ് എപ്പോഴെപ്പോഴും ഞാൻ മനസ്സിലായോ ഇല്ലയോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് നിങ്ങളൊരു റിപ്ലൈ തന്നിരിക്കണം. എന്താണ് ആരും എന്നിട്ടൊന്നും മിണ്ടാത്ത? എന്താ മനസ്സിലായി ടീച്ചർ? മനസ്സിലായെങ്കില് യു ഷുഡ് പുട്ട് ഇമോജീസ് അല്ലെ. ഇമോജീസ് ഇടാം. നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയില്ല എങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ഇമോജീസ് ഇടാം. ഞങ്ങളിവിടെ ടീച്ചേഴ്സ് ഇങ്ങനെ ഒരു പാസിംഗ് നോക്കുക അല്ലെ.
പാസീവ് എന്താണ് ഒരു നിങ്ങൾ ഇരിക്കുന്നു പാസീവ് ബിസിനസ് പോലെ ഇങ്ങനെ ഇരിക്കുന്നു അല്ലെ, ഈ ചെവി കൂടി കേട്ട് അപ്പുറത്തെ ചെവി കൂടി കളയുന്ന പോലെ എനിക്ക് തോന്നുന്നു, ഫീൽ ചെയ്യുന്നു. ഞാൻ എടുക്കുന്ന ക്ലാസ് നിങ്ങൾക്ക് ഇഫക്റ്റീവ് ആവണുണ്ടോ ഇല്ലയോ എന്നറിയാനാണ് ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വല്ല സംശയമുണ്ടോ? ഇല്ല അല്ലെ? എല്ലാ ടീച്ചേഴ്സും അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. നിങ്ങൾക്ക് അറിയണുണ്ടോ ഇല്ലേ എന്നുള്ള സംശയത്തിനാണ് എല്ലാവരും ഇരിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് അത് ആക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ച് അല്ലെ? നിങ്ങളൊന്നും മിണ്ടാത്തോണ്ട് ഞങ്ങൾ ഇങ്ങനെ തുടർന്ന് പോകുന്നേ ഉള്ളൂ. നിങ്ങളുടെ ആ റിപ്ലൈ കിട്ടുമോ മാത്രമാണ് ഞങ്ങൾക്ക് ആ എനർജി നിൽക്കുള്ളൂ. ഓക്കെ Okay, teacher. ഓക്കെ. നിങ്ങളുടെ ക്ലാസ്സിലാണ് നിങ്ങൾ എത്ര പേര് ടീച്ചേഴ്സ് ഉണ്ട് ഇവിടെ? ടീച്ചേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് അല്ല, ഫാമിലിയിലോ ആരെങ്കിലും അച്ഛനമ്മയോ ഒക്കെ ടീച്ചേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഉണ്ട് അല്ലെ? അവരോടൊന്ന് ചോദിച്ചു നോക്കൂ. അവരുടെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളൊക്കെ അല്ലെ, അവരെ എന്താണ് അവരോടൊത്ത് പ്രതികരിക്കാതിരുന്ന അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന്. അപ്പോ വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ഉപയോഗിക്കേണ്ടത് എപ്പോഴാണ്? മനുഷ്യനല്ലാത്ത ജീവികള്, ജീവനില്ലാത്ത വസ്തുക്കള് അല്ലെ, ഇവയ്ക്ക് ശേഷം എന്താണ് ഇപ്പൊ ബുക്ക് എന്ന് തന്നിട്ട് ആ ബുക്കിന് ശേഷം ഒരു എന്താണ് എന്ത് തന്നു? ഒരു ഡാഷ് തന്നിരിക്കുന്നു അല്ലെ. അപ്പോ ആ ഡാഷിന് മുന്നിൽ ആരാ കിടക്കുന്നത്? ഡാഷിന് മുന്നിൽ ആരാ? ബുക്കാണ് അല്ലെ. ഈ ബുക്കിന് ജീവനുണ്ടോ? ഇല്ല അല്ലെ. മനുഷ്യനാണോ അത്? അല്ല അല്ലെ. മനുഷ്യന് ജീവനില്ലാത്ത വസ്തുക്കളുടെ മുന്നില് എന്ത് ചേർക്കാം? വിച്ചോ ദാറ്റ് ചേർക്കാം. അപ്പോ PXC എക്സാമിന് ചിലപ്പോ നിങ്ങളോട് ചോദിക്കുന്നത് ആ എക്സാമ്പിൾ തന്നതിന് ശേഷം ഒന്നില്ലെങ്കിൽ അതിനകത്ത് വിച്ചോ അല്ലെങ്കിൽ ആൻസറിൽ ദാറ്റോ ഉണ്ടായിരിക്കും. ഓർക്കണം, ഇതില് വിച്ചല്ലെങ്കിൽ ദാറ്റ് അവിടെ ഉണ്ടായിരിക്കണം. അപ്പോ then you can choose the correct answer അല്ലെ. You can choose the correct answer from this which or that. കേട്ടോ, തന്നിരിക്കുന്ന അനുസരിച്ച് അല്ലെ, ആ തന്നിരിക്കുന്ന ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന അനുസരിച്ച് എന്താണ് you can according to that given options then it may be which of that, then you can choose the correct answer from the given brackets. Okay. Okay, teacher. Okay. ഒന്ന് ഷാരോൺ ഒന്ന് വായിച്ചേ. This the road dash takes you takes you to the railway station. ആണ് പറയൂ ഷാരോൺ. railway station. റെയിൽവേ Station. അല്ലെ. അപ്പൊ ഇവിടെ ഡാഷിന് മുന്നിൽ
കിടക്കുന്നത് എന്താണ് ജിനു? Thing. ആ അല്ലേ, റോഡ് എന്നാണ് അല്ലേ ഇവിടെ കിടക്കുന്നത്. അപ്പോ റോഡ് ഒരു മനുഷ്യനാണോ? No. അല്ല അല്ലേ. ജീവനുണ്ടോ? No. ഇല്ല അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചേർക്കാം? Which or that. which അല്ലെങ്കിൽ that. ഓക്കെ ആയല്ലോ. ജാസ്മിൻ ഒന്ന് വായിച്ചേ. They opposed the motion. MOTION. This are the opposed എന്നാണോ first? Opposed. They opposed the motion that was read ചെയ്യാൻ പറ്റുന്നില്ല ടീച്ചർ. That was PRO. Proposed ക്ലിയർ അല്ല ടീച്ചർ. പ്രൊപ്പോസ്ഡ് ബൈ ദ റൈവൽ ഗ്രൂപ്പ്. അല്ലെ. ഇതിന്റെ മീനിങ് എന്താണ്? മീനിങ് ഇവിടെ ഈ മോഷൻ എന്ന് പറയുന്നത് എന്താണ് അറിയോ? മോഷൻ ആർക്കെങ്കിലും അറിയോ മോഷൻ എന്താണെന്ന്? ഫൈറ്റിംഗ് അല്ല. മോഷൻ ഇസ് എ തിയറി അല്ലേ. തിയറിയാണ്. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും തോന്നാം ഏത് തിയറി, ആരുടെ തിയറി? എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ ഈ മോഷൻ തിയറി? ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്. ഫിസിക്സിൽ അല്ലേ. ആരുടെയാണ് ഈ മോഷൻ തിയറി? പറയൂ, മോഷൻ തിയറി ആരുടെയാണ്? Newton. ന്യൂട്ടൺസ് ലോ അല്ലേ. ദാറ്റ് ഈസ് മോഷൻ ലോ അല്ലേ. They opposed അല്ലേ. എന്താ ചെയ്തത്? എന്ത് ചെയ്തു? അവരെന്ത് ചെയ്തു? എതിർത്തു അല്ലേ. ഏത് തിയറിയാണ് എതിർത്തത്? മോഷൻ തിയറി. റൈവൽ ഗ്രൂപ്പ് കൊണ്ടുവന്ന മോഷൻ തിയറിയെ ആരൊപ്പോസ് ചെയ്തു? അവര് ഒപ്പോസ് ചെയ്തു അല്ലേ എന്നാണ് വന്നത്. അപ്പൊ ഇവിടെ മോഷൻ എന്ന് പറയുന്നത് ഒരു തിയറിയാണ്. അതിന് ജീവനുണ്ടോ? ഇല്ല. അത് മനുഷ്യനാണോ? അപ്പൊ നമുക്ക് ദാറ്റ് അല്ലെങ്കിൽ വിച്ച് ചേർക്കാം.
ഞാൻ ഈ മോഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു കോമ ഇട്ടു. മോഷൻ എന്നതിന് ശേഷം ഞാൻ അവിടെ എന്ത് ചെയ്തു? ഒരു കോമ ഇട്ടു, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ വിച്ച് ഓർ ദാറ്റ് ഏത് ചേർക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കൂലേ, അല്ലെ? ഏതാ ചേർക്കുക, അല്ലെ? അപ്പോ ഡാഷിന് മുന്നേ ആയിട്ട് ഒരു കോമ കണ്ടു കഴിഞ്ഞാൽ, അല്ലെ? വേറൊരു കാര്യം ചോദിക്കണം, മനുഷ്യനില്ലാത്ത വസ്തുക്കളായിരിക്കണം, ജീവനില്ലാത്ത വസ്തുക്കളായിരിക്കണം, അല്ലെ? അതിനുശേഷം ഒരു കോമ കണ്ടു, പിന്നെ ഒരു ഡാഷും തന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ യു ഷുഡ് യൂസ് ഇൻസ്റ്റെഡ് ഓഫ് വിച്ച് ദാറ്റ്. ഓക്കെ, മനസ്സിലായോ ഞാൻ പറഞ്ഞത്? യു ഷുഡ് യൂസ്. അതെന്താ ടീച്ചർ അങ്ങനെ ദാറ്റ് യൂസ് ചെയ്യുന്നത് ആഫ്റ്റർ കോമ? കോമ വന്നതുകൊണ്ട് മനസ്സിലായോ? അവിടെ ആ കോമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തോളണം? കോമയും ഡാഷിന് മുന്നേ ആയിട്ട് കോമ കണ്ടു കഴിഞ്ഞാൽ ആ സെന്റൻസിൽ കോമയുണ്ടെങ്കിൽ യു ഷുഡ് യൂസ് ദാറ്റ്. അത് എന്തിന്റെ ഒരു തിയറിയാണ്? ഈ പറഞ്ഞ വിച്ചും ദാറ്റ് ഉപയോഗിക്കുന്നതിനുള്ളൊരു തിയറിയാണ്. മനസ്സിലായോ? എന്താണ് എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചത്? ടീച്ചർ അതെന്താ കോമ ശേഷം ദാറ്റ് യൂസ് ചെയ്യുന്നത്, വിച്ച് യൂസ് ചെയ്യുന്നത്? അത് അതിന്റെ നിയമമാണ്. വിച്ചും ദാറ്റും ഇങ്ങനെ ഉപയോഗിക്കാൻ പാടുള്ള ഒരു നിയമമാണ് അവിടെ വെച്ചിരിക്കുന്നത്, കേട്ടോ. വിക്കിപീഡിയ, അല്ലെ? അതിനെന്ത് ചെയ്യാണ്? സെപ്പറേറ്റ് ചെയ്യാണ്, അല്ലെ? എന്നിട്ട് ഡാഷ് കൊടുത്തു. We say free reference site in internet is really helpful. നിങ്ങൾ എന്ത് ചേർക്കൂടാ? ദാറ്റ് ചേർ. ഓക്കെ, ഓക്കെ ആയോ? Okay. ദാറ്റിന്റെ രണ്ടാമത്തെ തിയറി, ദാറ്റ് ചേർക്കേണ്ട ഒരു രണ്ടാമത്തെ തിയറിയാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി കണ്ടു കഴിഞ്ഞാല് എന്ത് ചേർത്തോളണം? നമ്മുടെ ദാറ്റ് ചേർക്കണം. അവിടെ വിച്ചും ദാറ്റും ഒക്കെ തന്നിട്ടുണ്ടാവും ആ സെന്റൻസിൽ, അല്ലെ? നിങ്ങൾ എപ്പോഴൊക്കെ സൂപ്പർലേറ്റീവ് ഡിഗ്രി അതിൽ കണ്ടു കഴിഞ്ഞാല് ഏത് റിലേറ്റീവ് പ്രോനൗൺ ചേർക്കണം? അപ്പോ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരണം, അല്ലെ? ആരാണ് അവിടെ വരേണ്ടത്? ദാറ്റ്, അല്ലെ? വിച്ചിനെ ചേർക്കാൻ പാടില്ല. സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ കണ്ട് എന്താ സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുമ്പോ? എത്ര തരത്തിലുള്ള ഡിഗ്രീസ് ഉണ്ട്? ഓർമ്മയുണ്ടോ എത്രയൊക്കെ ഡിഗ്രീസ് ഉള്ളത്? പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ്. ഇങ്ങനെ 3 ഡിഗ്രികളാണ് ഉള്ളത്. പോസിറ്റീവ്ലി ഗുഡ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഡിഗ്രി ഞാനിവിടെ എഴുതി, ഒരു വേർഡ് എഴുതി, അല്ലെ? അതിന്റെ കമ്പാരിറ്റീവ്, അല്ലെ? കമ്പാരിറ്റീവ് എന്തായിരിക്കുള്ളൂ? കമ്പാരിറ്റീവ് ബെറ്റർ, സൂപ്പർലേറ്റീവ് ബെസ്റ്റ്. മനസ്സിലാവുണ്ടോ? Yes, teacher. ഫാസ്റ്റ്, ഫാസ്റ്റർ,
fastest. സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ് ഏറ്റവും. അപ്പൊ ഈ സൂപ്പർലേറ്റീവ് ഡിഗ്രി കണ്ടു കഴിഞ്ഞാല് എന്ത് റിച്ച് റിച്ചസ്റ്റ്, ഏറ്റവും ഭയങ്കര റിച്ചസ്റ്റ് ആണ് അല്ലെ. പിന്നെ പറയൂ, ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പറഞ്ഞേ. ഞാൻ ഇത്രയും പറഞ്ഞു. പറയൂ, ആർക്കൊന്നും പറയാനില്ലേ? ഇല്ലേ? bright, smaller, small, പിന്നെ tall, taller, taller, tallest, അപ്പോ ഈ പറയുന്ന സൂപ്പർലേറ്റീവ് ഡിഗ്രീസ് അല്ലെ, ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഉണ്ടെന്നാണ്. പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ് അല്ലെ. ഈ സൂപ്പർലേറ്റീവ് ഡിഗ്രീസ് സെന്റൻസിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ എന്ത് ചേർക്കണമെന്ന് പഠിച്ച് എന്ത് ചേർക്കണം? എന്താ ചേർക്കണ്ടേ മക്കളെ? that, ദാറ്റ് ചേർക്കണം. അല്ലെ, ഹീസ് ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഏറ്റവും നല്ലതാണ് അല്ലെ എന്നാണ് അർത്ഥം കേട്ടോ. He is the best speaker dash is available in Kerala. അല്ലെ, ഇവിടെ ഞാൻ എന്ത് ചേർക്കണം? that, ദാറ്റ് അല്ലെ. എന്താണ് ദാറ്റ് ചേർത്ത കാരണം? എന്താണ്? best speaker, ബെസ്റ്റ് എന്ന് പറയുന്ന സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത് ദാറ്റ് എന്ന് ചേർത്തത്. ടീച്ചർ അവിടെ ഹൂ ഇസ് അവൈലബിൾ ഇൻ കേരള പറ്റൂ അങ്ങനെ ചേർക്കാൻ? ഇല്ല, പറ്റില്ല കേട്ടോ. എന്താണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി സ്പീക്കർ കണ്ടിട്ടാണോ ഹൂ ചേർക്കോന്ന് പറഞ്ഞത്? അപ്പൊ നമുക്ക് ചേർക്കാൻ പാടില്ല കേട്ടോ. സ്പീക്കർ കണ്ടിട്ട് നേരെ ഒന്ന് ഹൂ ചേർക്കരുത്. അവിടുത്തെ ഡിഗ്രി എന്താണെന്ന് നോക്കുക അല്ലെ. അവിടെ ആരെയാണ് കൊടുത്തിരിക്കുന്നത്? സൂപ്പർലേറ്റീവ് ആണ് അല്ലെ. ആ സൂപ്പർലേറ്റീവ് ഡിഗ്രി കൊടുത്തിരിക്കുന്നത് കൊണ്ട് എന്ത് ചേർത്തോളണം? ദാറ്റ് ചേർത്തോളണം. മനസ്സിലായോ? യെസ് ടീച്ചർ. ഇവിടെ ഞാൻ എന്ത് ചേർക്കണം? which or that, ഷാരോൺ എന്താ ഒന്നും മിണ്ടാത്തെ? ഷാരോൺ Miss,
ഷാരോണി ഒന്നും മിണ്ടാതെ. ഒന്നുമില്ല മിസ്. കഷ്ടമുണ്ട്. ആകെ 3 പേര് ക്ലാസ്സില്. ഷാരോണി ഇവിടെ ദാറ്റ്. അല്ലെ, വേറെന്തെങ്കിലും ചേർക്കാൻ പറ്റും? വേറെന്തെങ്കിലും ചേർക്കാൻ പറ്റുമോ? വിച്ച് ചേർക്കാം അല്ലെ. എന്താണ് കാര്യം? സൂപ്പർലേറ്റീവ് ഡിഗ്രി അത് അവിടെ ആരെ കണ്ട്? അവിടെ സ്നേക്ക് അല്ലേ? ആ സ്നേക്ക് എന്ന് പറയുന്നത് എന്ത് മനുഷ്യനാണോ? എങ്ങനെയാ മിസ്സേ? സ്നേക്ക് എന്ന് പറയുന്നതാണോ? ഷാരോൺ അവിടെ മിസ് ഇവിടെ ഇച്ചിരി എന്തോ സൗണ്ടിന് ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. അതല്ലേ? ഓക്കെ. സ്നേക്ക് എന്ന് പറയുന്നത് ഇവിടെ എന്തെല്ലാം മനുഷ്യല്ലാത്ത രീതിയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഷാരോൺ അപ്പോ സ്നേക്ക് എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യല്ലാത്തൊരു ജീവി ആയതുകൊണ്ട് നമുക്ക് അവിടെ ആ രാഷ്ട്രീയങ്ങൾ ദാറ്റോ വിച്ചോ ചേർക്കാം. ഓക്കെ. ഇനി പറഞ്ഞോളൂ ജിനു. നിന്റെ ഡാറ്റ് അല്ലേ? ഓക്കെ. അപ്പൊ കാര്യക്കുട്ടിയൊക്കെ ഇട്ടില്ലേ നിങ്ങൾക്ക് എപ്പോഴൊക്കെ വിച്ചും ദാറ്റ് ഉപയോഗിക്കണമെന്നുള്ളത്? ഇനി ചില വാക്കുകളുണ്ട് കേട്ടോ, അത് കണ്ടു കഴിഞ്ഞാൽ അവിടെയും ദാറ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ. എവരിബഡി, everyone, nobody, no one, nothing. Much, any, all, it. Only, same. Only എന്നാണ് കേട്ടോ. ഓൺലൈൻ വഴി ആണ് കേട്ടോ അത് കേട്ടോ.
അപ്പൊ ഒന്ന് വായിച്ചേ, ആ വേർഡുകളൊക്കെ ഒന്ന് ജാസ്മിൻ വായിച്ചേ. Everybody, everyone, nobody, no one, nothing. Much, any, all, little, only, സെയിം എന്നാണ്. same. അപ്പൊ ഇത്രയും വേർഡുകളൊക്കെ കണ്ടു കഴിഞ്ഞാല് സെന്റൻസിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചേർത്തോളണം? ദാറ്റ് കേട്ടോ. നിങ്ങൾ എന്ത് ചേർക്കണം? ദാറ്റ് ചേർക്കണം. ഓക്കെ ഇല്ലേ? ഇനി ഇതിനകത്ത് ചില വേർഡുകളുണ്ട്. എവരിബഡി, എവരിവൺ, നോബഡി, no one, all. ഇങ്ങനെ ഈ 5 വേർഡുകൾ കണ്ടു കഴിഞ്ഞാല് അവിടെ എന്ത് മാത്രമല്ല, ദാറ്റ് മാത്രമല്ല, നമുക്ക് എന്ത് ചേർക്കാം? ചില സാഹചര്യങ്ങളിൽ ഹൂ ചേർക്കാം. അതിന്റെ അർത്ഥം അനുസരിച്ച് കേട്ടോ, അതിന്റെ മീനിങ് അനുസരിച്ച് നമുക്ക് ദാറ്റ് അല്ലെങ്കിൽ ഹൂ ചേർക്കാം. ഓക്കെ ആണോ? അപ്പോ ഏതൊക്കെ വേർഡ് വരുമ്പോഴാണ് നമുക്ക് ദാറ്റ് അല്ലെങ്കിൽ ഹൂ ചേർക്കാൻ പറ്റുന്നത്? Everybody, everyone, nobody, no one, all. അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചേർക്കാമെന്ന് പഠിച്ചോളണം. ദാറ്റ് അല്ലെങ്കിൽ ഹൂ ചേർക്കാം. എല്ലാ കേസിലും അല്ല കേട്ടോ. ചില കേസസിൽ ഇപ്പോ ഞാൻ ഉദാഹരണം പറയാം. ഓൾ ഡാഷ് ഗ്ലിറ്റേഴ്സ് ഇവിടെ എന്ത് ചേർക്കും നിങ്ങള്? That, എന്തേർക്കും? that, ദാറ്റ് നമുക്ക് അറിയാവുന്ന പഴഞ്ചൊല്ലാണ് അല്ലെ? ഇത് നമ്മൾ കേട്ടിട്ടുള്ള പ്രോവർബാണ് അല്ലെ? ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോഡ് അല്ലെ? മിന്നുന്നതെല്ലാം ഒന്നല്ല അല്ലെ? നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ പക്ഷെ അവിടെ എന്താണ്? ഓൾ ഹൂ ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോഡ് എന്ന് പറഞ്ഞാല് അവിടെ ശരിയാവോ? അവിടെ ആരെന്നുള്ള പദം അവിടെ ആവശ്യമുണ്ടോ? no. അല്ലെ? നമ്മൾ ആരെ കുറിച്ചാണ് അവിടെ പറയുന്നത്? ഗോഡ് എന്നതിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ? സ്വർണത്തെ കുറിച്ചാണ് അല്ലെ? അപ്പൊ സ്വർണം എന്താണ്? ആ ഇറ്റ് എന്ന ഭാഗത്തിലാണ് സ്വർണ്ണപ്പെടുള്ളൂ. അത് ഇതെന്നൊക്കെ പറയുമല്ലോ, ആ ഒരു ഇതില് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചേർക്കാം? ദാറ്റ് ചേർക്കാം. ഞാൻ വേറെ ഉദാഹരണം തരാം. Every one of the students dash publish the seminar must come. അതിന്റെ മീനിങ് എന്താണ്? മീനിങ് എന്താണ്? എല്ലാ സ്റ്റുഡൻസും സെമിനാറിൽ ഉറപ്പായിട്ടും വരണം. എവരി വൺ ഓഫ് ദി സ്റ്റുഡൻസ് അല്ലെ? ഓരോ വിദ്യാർത്ഥികളും എന്ത് ചെയ്യാം? സ്റ്റുഡൻസ് അല്ലെ? ഓരോ വിദ്യാർത്ഥികളും പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഓരോ വിദ്യാർത്ഥികളും സെമിനാറിന് മസ്റ്റ് ആയിട്ടും വരണം. അപ്പോ ഇവിടെ എവരി വൺ എന്നുള്ളത് ഈ എന്താണ് സെന്റൻസിലുണ്ട് അല്ലെ? അപ്പോ ഈ എവരി വൺ ഉള്ളത് കൊണ്ട് നമുക്ക് ദാറ്റ് അല്ലെങ്കിൽ എന്ത് ചേർക്കാം? ഹൂ ചേർക്കാം അല്ലെ? പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെ ദാറ്റ് എന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ആണ് അല്ലെ? അപ്പോ ഈ സ്റ്റുഡൻസ് ആയതുകൊണ്ട് നമ്മൾക്ക് ദാറ്റ് ചേർക്കാൻ പാടുണ്ടോ? അല്ലേ? അപ്പൊ നമുക്ക് ദാറ്റിന് പകരമായിട്ട് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് അല്ലെ നമുക്ക് എന്ത് ചേർക്കാം? അല്ലെ? അതായിരിക്കും ഏറ്റവും യോജിച്ചത്. ഹൂ പബ്ലിഷ്ഡ് ദ സെമിനാർ മസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? മനസ്സിലായി. പിന്നെ ആർക്കെങ്കിലും ഓർത്ത് നോക്കൂ, ആർക്കെങ്കിലും ഇനി മനസ്സിലാവാത്തുണ്ടോ ഇല്ലയോ?
ഒന്ന് പഠിപ്പിച്ച് ഒന്ന് റിവൈൻഡ് ചെയ്യൂ. ഓർത്തോ? റിവൈൻഡ് ചെയ്തോ? Yes. എന്നിട്ട് എന്റെ സംശയം തോന്നിയോ? No, teacher. ഓക്കെ. അപ്പോ ഞാൻ ചോദിക്കണ ആളൊന്ന് പറയണം കേട്ടോ. ചോദിച്ചോളാം ഇങ്ങനെ. ജിനു, ജിനേച്ചി, നമ്മൾ ഇവിടെ എന്ത് ചേർക്കും? ഐ വിസിറ്റഡ് മൈ ഫ്രണ്ട്, ഷി വാസ് സിക്ക് എന്നാണ്. Who was sick? Who was sick? ആ, അപ്പൊ എന്ത് എഴുതണം? I visited my friend who was sick. വേറെ വാക്കിലും പറയാട്ടോ നിങ്ങൾക്ക്. ഞാൻ നേരത്തെ പഠിപ്പിച്ചു. പറഞ്ഞോക്കെ. Sitting next to me. My aunt who was നമ്മളിവിടെ ആരെ കുറിച്ചാ പറയുന്നത്? ഷീ അല്ലേ? അതായത് ആരെ കുറിച്ചാണ് പറയുന്നത്? aunt. ആ, ഓക്കെ അല്ലേ? അപ്പോ ഷീ അവൾ അല്ലേ? അവൾ ആരാണോ എന്റെ അടുത്ത് ഇരിക്കുന്നത്? ഷീ കഴിഞ്ഞിട്ട് എന്ത് ഓർക്കുക? സബ്ജക്ട് കഴിഞ്ഞിട്ട് റിലേറ്റീവ് പ്രോനൗൺ കൊടുക്കുക അല്ലേ? ഷീ ഹു വാസ് Sitting ഹു വാസ് to me സിറ്റിംഗ് നെക്സ്റ്റ് ടു മീ was my aunt. Is my aunt. ഈസ് മൈ അല്ലെ? എനിക്ക് പ്രത്യേകത തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ പറയുമ്പോ? ആ ഇംഗ്ലീഷിന്റെ ഫങ്ഷൻസ് ഒന്ന് മാറുന്നു അല്ലേ? നമ്മൾ അങ്ങനെ ഉപയോഗിക്കുമ്പോ തോന്നിയാ നിങ്ങൾക്ക്? Yes, teacher. അല്ലെ? അപ്പോ ഇതിന്റെ റിലേറ്റീവ് പ്രോനൗണിന്റെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഭാഷയിൽ എന്തുണ്ടാക്കുക? ആ പറയുന്നത് അല്ലെ? നമ്മളിങ്ങനെ പറയുമ്പോൾ അതിന്റെ ആ ഒരു സാധാ പറയുന്നതിന് വ്യത്യസ്തമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് റിലേറ്റീവ് പ്രോനൗൺ വെച്ച് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പഠിക്കേണ്ടത്. ഓക്കെ ആണോ? Okay, teacher. ഇനി ഒരു ഉദാഹരണം കൂടി തരാം കേട്ടോ. ഇത് പറഞ്ഞോ. നമ്മളിവിടെ ആരെ കുറിച്ചാ പറയുന്നത് എന്ന് ആദ്യം ചിന്തിക്കാം അല്ലെ? ആരെ കുറിച്ചാ പറയുന്നത്? അല്ലെ? ഫ്രണ്ട് അല്ലെ? അപ്പൊ എന്ത് എഴുതണം? My friend who is
കേട്ടൂടാ. Who lives in Spain Who lives in Spain? is visiting India this Sunday. Is visiting India this Sunday. ഓക്കെ ആണല്ലോ എല്ലാവരും? മനസ്സിലായി അല്ലേ? ഞാൻ ഈ ക്ലാസ് 2 മിനിറ്റ് മുമ്പ് ഒന്ന് അവസാനിപ്പിക്കും കേട്ടോ. Okay, teacher. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? Yes, teacher. തോമസിന് മനസ്സിലായോ? മനസ്സിലായി. എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടാവോടെ? എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടാവും അതിന്റെ അത് അന്ന് എന്താന്നൊന്ന് നോക്കൂ. മൊബൈലിലാണോ കേറാറ്? ഇന്ന് മൊബൈലിലാ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ ടീച്ചർ. Thank you, teacher.